1940-41 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന സിസിലി എന്ന ദ്വീപിലെ ഒരു ചെറിയ പട്ടണത്തിൽ സംഭവിക്കുന്ന തീർത്തും സാങ്കല്പികമായ കഥ. ഫെമിനിസം അതിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഒരു ചെറിയ ഇടവേളയിൽ സംഭവിക്കുന്ന കഥ. തീർത്തും സ്ത്രീ കേന്ദ്രീകൃതവും എന്നാൽ കണ്ണീരിൻ്റെയോ ത്യാഗത്തിൻ്റെയോ കയ്യൊപ്പുകൾ പതിയാത്ത ഒരു മനോഹരമായ ആവിഷ്കാരം. നവോത്ഥാനം എന്നത് പുരുഷവിരുദ്ധതയല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച സിനിമ. അതാണ് മലീന. 2000 പുറത്തിറങ്ങിയ മലീന എന്ന സിനിമയെ ഇന്ന് ഞാനിവിടെ പരാമർശിക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടാവും. കാരണമുണ്ട്. അതിൽ പ്രധാന കാരണം 2000 ശേഷം പുറത്തിറങ്ങുന്ന സിനിമകളിൽ, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സിനിമകളിൽ ധാരാളമായി പുരുഷവിരുദ്ധത കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് തായ് സിനിമകൾ, ചൈനീസ്, കൊറിയൻ, ഇന്ത്യൻ സിനിമകളിൽ. ഇതിൽ ഇന്ത്യൻ സിനിമകൾ മിക്ക ഭാഷകളിലും, പ്രത്യേകിച്ച് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി മുതലായ ഭാഷകളിൽ ധാരാളം പുരുഷവിരുദ്ധമായ ഡയലോഗുകളും പുരുഷവിരുദ്ധമായ പ്രമേയങ്ങളും പുരുഷവിരുദ്ധമായ സീനുകളും കുത്തി നിറയ്ക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിലേക്കൊക്കെ നമുക്ക് മെല്ലെ വരാം. മലയാള സിനിമകളിൽ ധാരാളമായി ഇത്തരം പുരുഷവിരുദ്ധത കണ്ടുവരുന്നുണ്ട്. നമുക്കത് ഒരു 4-5 എക്സാമ്പിൾസ് എടുത്ത് നമുക്കതൊന്ന് മെല്ലെ പരിശോധിച്ച് വരാം. അതിൽ ഒന്ന് B32 മുതൽ 44 വരെ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതൊരു സ്ത്രീ സംവിധാനം ചെയ്ത സ്ത്രീപക്ഷ സിനിമയാണ്. സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെ ഒരു സിനിമയില്ല. സ്ത്രീ കേന്ദ്രീകൃത സിനിമ, അതായത് വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ പലതരത്തിലുണ്ട്. ഒന്ന് വിമൻ സെൻട്രിക്, മെൻ സെൻട്രിക്. ഇതിൽ വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമയാണ് B32 മുതൽ 44 വരെ. ഇതിൽ അനാവശ്യമായി ധാരാളം പുരുഷവിരുദ്ധത കുത്തി നിറച്ചിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഓർമ്മയുള്ളതും പെട്ടെന്ന് ഓർക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു ഡയലോഗ് ഞാൻ പറയാം. അതായത് ഒരു 14-15 വയസ്സുള്ള ഒരു ആൺകുട്ടി ലിഫ്റ്റ് ചോദിക്കുകയാണ് ബൈക്കിൽ വരുന്ന ഒരു പെൺകുട്ടിയോട്, ഒരു സ്ത്രീയോട്. എന്നിട്ട് ബൈക്കിൽ ഇരിക്കുന്ന സമയത്ത് ഈ ആൺകുട്ടി ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ ചേച്ചിയുടെ മുലയിൽ പിടിച്ചോട്ടെ എന്ന്. ഈ ഡയലോഗിൻ്റെ ആവശ്യം തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഡയലോഗിൻ്റെ ഒരു ആവശ്യകത ആ രംഗത്തിന് ഉണ്ടായിരുന്നില്ല. അത് മനഃപൂർവ്വം പുരുഷവിരുദ്ധത കുത്തി നിറയ്ക്കാനായിട്ട് ആ സിനിമയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ സിനിമ, ജോ ആൻഡ് ജോ. ഇതിലെ പ്രത്യേകത ആദ്യം മുതൽ അവസാനം വരെ പുരുഷവിരുദ്ധതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി നിരന്തരമായി സഹോദരനെ അധിക്ഷേപിക്കുകയാണ്. അതുപോലെ സഹോദരൻ്റെ ജെനിറ്റൽസ് മ്യൂട്ടിലേറ്റ് ചെയ്ത് കളയും എന്ന് വരെ ഈ സ്ത്രീ പറയുന്നുണ്ട്, അതായത് സഹോദരി പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഒരു പുരുഷനാണ് സ്ത്രീയുടെ വജൈന ഞാൻ കട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സിനിമ ഇവിടെ അതേ രീതിയിൽ ഇറക്കാൻ സാധിക്കുമായിരുന്നു. അവിടെ ഒന്നല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സീൻ തന്നെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, അല്ലാതെ ആ സിനിമ ഒരിക്കലും ഇറക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു മ്യൂട്ടും ഇല്ലാതെ ഒരു സീൻ കട്ട് ചെയ്യാതെ തന്നെ ആ പുരുഷവിരുദ്ധമായ രംഗങ്ങൾ അതേപോലെ തന്നെ സിനിമയിലൂടെ പ്രദർശിപ്പിക്കാനുണ്ടായത്. ഈ 2 സിനിമകളിൽ പുരുഷവിരുദ്ധത ഉപയോഗിച്ചിട്ടുള്ളത് ഫാൻറ്റസിക്ക് വേണ്ടിയിട്ടാണ്. പലതരത്തിൽ പുരുഷവിരുദ്ധത ഉപയോഗിക്കാം. പുരുഷവിരുദ്ധത മാത്രമല്ല, സ്ത്രീ വിരുദ്ധത ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് പുരുഷവിരുദ്ധതയാണ് നമ്മുടെ മെയിൻ വിഷയം എന്നുള്ളതുകൊണ്ട് പുരുഷവിരുദ്ധതയെ പറ്റി നമുക്ക് പറയാം. ഇപ്പോൾ പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 സിനിമകളിൽ പുരുഷവിരുദ്ധത ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഫാൻറ്റസിക്ക് വേണ്ടിയിട്ടാണ്, ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു അടുത്ത 2 എക്സാമ്പിൾസ് കൂടി പറയാം. ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇതിൽ ഈ 2 സിനിമകളിലും ജയ 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 ഹേയിലായാലും അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമയിലായാലും ഇവിടെയെല്ലാം പുരുഷവിരുദ്ധത ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്, നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് മിസാൻഡ്രി ഈസ് റിനൈസൻസ്, മിസാൻഡ്രി ഈസ് വിമൻ എംപവർമെൻറ്റ് എന്നുള്ളത്. അതായത് മിസാൻഡ്രി ഈസ് വിമൻ എംപവർമെൻറ്റ്, മിസാൻഡ്രി ഈസ് റിനൈസൻസ്. നവോത്ഥാനം പുരുഷവിരുദ്ധത, അതായത് പുരുഷവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അത് നവോത്ഥാനമാവും. അതുപോലെ മിസാൻഡ്രി നടത്തി കഴിഞ്ഞാൽ അത് സ്ത്രീ ശാക്തീകരണമാവും എന്നുള്ള ഒരു തെറ്റായ മൗഢ്യമായ ഫെമിനിസ്റ്റ് ചിന്തയിൽ നിന്നാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഉണ്ട്. ഇവർ ചെയ്യുന്നത് നോർമലൈസ് ചെയ്യാണ്. അതായത് പുരുഷവിരുദ്ധത ഇത്തരം സിനിമകളിലൂടെ നോർമലൈസ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ 4 സിനിമകളുടെ പേര് ഞാൻ പറഞ്ഞു. ഇനി ധാരാളം സിനിമകൾ മലയാളത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിന്ദി സിനിമയുണ്ട്, ഞാൻ പേര് പരാമർശിക്കുന്നില്ല. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. അതായത് കുറച്ച് ആൺകുട്ടികൾ, ബോയ്സ് കുളിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ആ കുളിമുറിയിലേക്ക് കടന്നു വന്ന് ഈ ടവൽസ് പിടിച്ചു ഊരിയിട്ട് അവരുടെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇത്
ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു രംഗമാണ്. പലരും അത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ അതുപോലെ ആ രംഗം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഇത് വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്. ധാരാളം ഉദാഹരണങ്ങൾ സിനിമകളും ഉണ്ട്. പക്ഷേ എനിക്ക് വീഡിയോയിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, ഇനി എല്ലാത്തിനും ഓരോ റീസൺസ് ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ലക്ഷണം മാത്രമാണ്. അതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് ഉള്ളത് അത് നമുക്ക് ഡയഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാവുക. ഇവിടെയുമുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകൾ, അതായത് 2000-ന് ശേഷം വരുന്ന സിനിമകളിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പുരുഷ വിരുദ്ധത കടന്നു വരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അധികമൊന്നും പോകണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റുപാടൊന്ന് നോക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. അതായത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഫെമിനിസം എന്ന ഒരു ആശയമാണ്. അതായത് കാലഹരണപ്പെട്ട മൂന്നാമത്തെ തവണ ഞാൻ പറയാണ്, കാലഹരണപ്പെട്ട ഫെമിനിസം എന്ന ആശയം. അതിനെപ്പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. കാരണം ഇതൊരു സോഷ്യൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് സയൻറ്റിഫിക് തിയറി ഒന്നുമല്ല. അതുകൊണ്ട് പാരാമീറ്റേഴ്സോ അത് സയൻറ്റിഫിക് മെത്തേഡ്സോ ഒന്നുമില്ല. എന്താണ് ഫെമിനിസം നല്ലതാണ് ചീത്തയാണോ എന്നൊക്കെ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയാണ്. അതായത് അവരവരുടെ അസംഷൻസ് ഒക്കെ വെച്ച് ഫെമിനിസം എന്താണെന്ന് പറയും. അല്ലെങ്കിൽ സോഷ്യൽ തിയറി അങ്ങനെ നമ്മൾ വിലയിരുത്തുന്നത്. നോ പാരാമീറ്റർ ടു മെഷർ. ഞാൻ തന്നെ ഫെമിനിസത്തിന് കൊടുത്ത ഒരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ വായിച്ചേൽപ്പിക്കാം. അതെന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഡെഫിനിഷൻ ഞാൻ കൊടുത്തതെന്നും കൂടി നിങ്ങളോട് ഞാനൊന്ന് പറയാം. ഓക്കെ, ഫെമിനിസം is a utopian philosophy aims at feminizing men to create an unnatural equality so that women can compete men in various ways. ഒന്നുകൂടി വായിക്കാം. Feminism is a utopian philosophy aims at feminizing men to create an unnatural equality so that women can compete men in various ways. എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾക്ക് ഇക്വാലിറ്റി ആണല്ലോ വേണ്ടത്. ഇക്വാലിറ്റി ഫെമിനിസ്റ്റുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇക്വാലിറ്റി വേണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇക്വാലിറ്റി സാധിക്കുന്ന കാര്യമല്ല. കാരണം men and women are physically, mentally and emotionally different. Men are very much stronger than women. അത് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഇമോഷണലി ആയാലും. അതുകൊണ്ട് ഒരു ഇക്വാലിറ്റി അവിടെ സാധ്യമല്ല. പക്ഷെ അവിടെ സാധ്യമാവുന്നത് ഇക്വിറ്റിയാണ്. പക്ഷെ ഫെമിനിസ്റ്റുകൾക്ക് ഇവിടെ വേണ്ടത് ഇക്വാലിറ്റിയാണ്. അതായത് അവർ ഇക്വിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഇക്വാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷനിൽ ഇങ്ങനെ വരുന്നത്. അതായത് ഇവർക്കറിയാം, ഫെമിനിസ്റ്റുകൾക്കറിയാം, ഞങ്ങൾ പുരുഷന്മാരെക്കാളും താഴെയാണ്. കാരണം ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി സ്ത്രീകൾ പവർ കുറവാണ് പുരുഷനേക്കാളും. അപ്പം എന്താ സംഭവിക്കുക? ഇവർക്ക് പവർ കൂട്ടാൻ കഴിയില്ല. അതായത് പുരുഷനിലേക്ക് എത്താൻ ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ പുരുഷൻ്റെ പവർ കുറച്ച് വരിക. അതായത് സ്ട്രോങ്ങർ പൊസിഷനിൽ നിൽക്കുന്ന പുരുഷനെ താഴ്ത്തി ഫെമിനൈസ് ചെയ്ത്, അതായത് അവൻ്റെ മാസ്കുലിനിറ്റി ഇല്ലാതാക്കി, അതായത് അവൻ്റെ പൗരുഷം ഇല്ലാതാക്കി, അവനൊരു കഴിവ് കെട്ടവനാക്കി, അവൻ്റെ മെൻ്റൽ പവർ, അതായത് മാനസികമായ അവൻ്റെ ശക്തി ഇല്ലാതാക്കി, അവൻ്റെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കി, അവൻ്റെ പൗരുഷം പൂർണ്ണമായും ഇല്ലാതാക്കി, വെറും ചണ്ടിയായി, വെറും പുരുഷ ശരീരമായി പുരുഷനെ കിട്ടണം. അതാണ് ഫെമിനൈസേഷൻ, അതായത് സ്ത്രൈണവൽക്കരണം, പുരുഷൻ്റെ സ്ത്രൈണവൽക്കരണം. അതെന്തിനാണ്? അത് ഒരു ഇക്വാലിറ്റി കിട്ടാൻ വേണ്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന്. കാരണം എന്നാൽ മാത്രമാണ് ഇവർക്ക് പുരുഷനെ പോലെ, കാരണം പുരുഷൻ്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും സ്ത്രീക്ക് വരാൻ കഴിയില്ല. പിന്നെ വരാൻ സാധിക്കുന്നത് പുരുഷന് സ്ത്രീയുടെ സ്ഥാനത്തേക്കാണ്. സോ ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുക, അതാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഫെമിനൈസേഷൻ ഓഫ് മെൻ എന്ന് പറയുന്നത്. അത് ഒരു ഇക്വാലിറ്റി. പക്ഷെ അത് നോർമൽ ഇക്വാലിറ്റി അല്ല ഇവിടെ പറയുന്നത്, അത് അൺനാച്ചുറൽ ഇക്വാലിറ്റിയാണ്. അതായത് പ്രകൃതി വിരുദ്ധ ഇക്വാലിറ്റിയാണ് ഇവർ വരുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവരതിന് ഇക്വാലിറ്റി എന്ന് പറയുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടു കോമ്പീറ്റ് മെൻ ഇൻ വേരിയസ് വേസ്. അതായത് എന്നാൽ മാത്രമല്ലേ ഒരു സ്ത്രീക്ക് പുരുഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഫിസിക്കലി മാത്രമല്ല, ബാക്കി എന്ത് സാഹചര്യത്തിലായാലും. എന്നാൽ മാത്രമാണ് ഇവരുദ്ദേശിക്കുന്ന ഒരു ഇക്വാലിറ്റി, ഒരു സ്വർഗ്ഗതുല്യമായ ഇക്വാലിറ്റി ഇവർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ പുരുഷനെ സ്ത്രൈണവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവർ നിരന്തരം പറയുന്നൊരു വാക്കുണ്ട്, ടോക്സിക് മാസ്കുലിനിറ്റി. യഥാർത്ഥത്തിൽ മാസ്കുലിനിറ്റി ടോക്സിക് ആണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ ടോക്സിക് മാസ്കുലിനിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു രാജ്യം, ഒരു സമൂഹം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഇന്നിവിടെ മനസ്സമാധാനമായി ജീവിക്കുന്നത് ഇവർ ഈ പറയുന്ന ടോക്സിക് മാസ്കുലിനിറ്റി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇൻ കോഡ്സ് ആണ് ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മാസ്കുലിനിറ്റി ഒന്നേ ഉള്ളൂ, അത് വെറും മാസ്കുലിനിറ്റിയാണ്, നോട്ട് ടോക്സിക് മാസ്കുലിനിറ്റി. മാസ്കുലിനിറ്റി ഓട്ടോമാറ്റിക്കലി ടോക്സിക് ആണ്. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഫെമിനിസ്റ്റുകൾ ഈ സിനിമകളിലൂടെ ഈ പുരുഷ വിരുദ്ധത കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, സിനിമ ഒരു നല്ല മാധ്യമമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഒരു
എന്താ പറയുക, ഒരു സ്വീകാര്യത ഉള്ള ഒരു മാധ്യമമാണ് സിനിമ. അപ്പോൾ സിനിമയിലൂടെ പലരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, അതായത് നോർമലൈസേഷൻ ഓഫ് മാസ്കുലിനിറ്റി, നോർമലൈസേഷൻ ഓഫ് മിസാൻഡ്രി, അതായത് പുരുഷ വിരുദ്ധതയെ നോർമലൈസ് ചെയ്യുക. അതുവഴി അതായത് ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക. അതായത് നിരന്തരമായി ഇത്തരം പുരുഷവിരുദ്ധത കാണിച്ച് അവസാനം ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ലിംഗം മുറിച്ച് കളയുന്ന ഒരു അവസ്ഥയിലെത്തിയാലും അല്ലെങ്കിൽ പുരുഷത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും അത് നോർമലാണ് എന്നുള്ളൊരു ധാരണ സമൂഹത്തിലേക്ക് എത്തിക്കുക. അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അതാണ് ഇവരുടെ ലക്ഷ്യം. അതായത് പുരുഷവിരുദ്ധത നോർമലാക്കുക, നോർമലൈസേഷൻ ഓഫ് മിസാൻഡ്രി. അതിന് ഇവർ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ രീതി. ഇനിയാണ് നമുക്ക് അടുത്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ പുരുഷനുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ അറ്റാക്ക് അല്ല. അതായത് ഇപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ്, സിനിമ, ഫെസ്റ്റ്, പ്രോഗ്രാംസ്, സിമ്പോസിയംസ്, ഇതിലൂടെയൊക്കെയാണല്ലോ നമ്മൾ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെ, അതായത് ഇത്തരം കൾച്ചറൽ ഫെസ്റ്റിവലിലൂടെ, സാംസ്കാരിക കൂട്ടായ്മകളിലൂടെ എല്ലാം, പ്രസംഗങ്ങളിലൂടെ എല്ലാം ഇവരുടെ ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആശയങ്ങൾ പറയാനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന വ്യക്തികൾ അവർക്ക് ഡയറക്റ്റായിട്ട് വന്ന് ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർ കുറച്ച് പേരെ മെരുക്കിയെടുക്കും. അതായത് നമ്മൾ വീടുകളിൽ പട്ടികളെയും പൂച്ചകളെയും ആടുകളെയും കോഴികളില്ല, പശുക്കളെല്ലാം നമ്മൾ മെരുക്കിയെടുത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കും. അതുപോലെ ഇവർ കുറച്ച് പുരുഷന്മാരെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുരുഷന്മാരെ ഇവർ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. അവരെ നമുക്ക് സിംബുകൾ എന്ന് പറയാം. സിംബുകൾ എന്ന് പറയുന്നത് ചിലർ പറയും അതൊരു അൺപാർലമെന്ററി വേർഡാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അൺപാർലമെന്ററി വേർഡല്ല. യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് ഡിക്ഷണറി പോയാൽ സിംബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും വേറെ ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ഇത് ഉപയോഗിക്കുന്നത് ഒരു ആലങ്കാരികമായിട്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാഹിത്യപരമായിട്ടാണ് ഞാൻ സിംബ് എന്ന് പറഞ്ഞ വാക്ക് മനഃപൂർവ്വം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കുങ്കികൾ എന്ന് പറയാം. അതായത് നമ്മൾ ആനകളെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആനകളെ പിടിക്കാനായിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യർ പോകാത്തത്? ഒരു കുങ്കിയാനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കാട്ടിൽ ഒരു ആനയെ വേട്ടയാടി പിടിച്ച് അതിനെ കൂട്ടിലാക്കുന്നതെല്ലാം. അതിനെ നമ്മൾ കുങ്കിയാനകൾ എന്ന് പറയും. ഇനി വേറൊരു വാക്കും കൂടി ഉണ്ട്. അതായത് നമ്മുടെ പുരാണങ്ങളിൽ ഈ ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യിച്ച ധാരാളം അവസ്ഥകളുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥകൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം സിംബുകളെ ഇവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കും. ഇതിന് ഇവരുടെ പ്രധാനപ്പെട്ട വാദം മാസ്കുലിനിറ്റി തെറ്റാണ്, അതായത് പൗരുഷം തെറ്റാണ്, സ്ത്രൈണതയാണ് ശരി. ഇത്തരം വാദങ്ങൾ ഈ സിംബുകളെ കൊണ്ട് അല്ലെങ്കിൽ ഈ കുങ്കിയാനകളെ കൊണ്ട്, അതായത് പുരുഷനെ മെരുക്കിയെടുത്ത കുങ്കിയാനകളായ കുങ്കി പുരുഷന്മാരെ കൊണ്ട് ഇവർ സിമ്പോസിയങ്ങളിലൂടെ, അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെ, സിനിമകളിലൂടെ, ഫെസ്റ്റിവലിലൂടെ എല്ലാം അങ്ങനെ യുദ്ധം ചെയ്ത് സമർത്ഥിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ സിനിമകളിൽ പുരുഷവിരുദ്ധമായ രംഗങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനെ മർദ്ദിക്കുന്നത് കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു മോശമായ പുരുഷനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു രംഗങ്ങളോ ഡയലോഗുകളോ ഒരു സിനിമയിൽ വരുമ്പോൾ നിങ്ങൾക്കത് കണ്ട് കൈയടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് പുരുഷന്മാരോടാണ് പറയുന്നത്, സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. നിങ്ങൾക്കത് കണ്ട് കൈയടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കണ്ട് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു കോമഡിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലോർക്കുക, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു കുങ്കിയാനയായോ അതോ ഒരു സിംബായോ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുങ്കിയുടേതോ അല്ലെങ്കിൽ സിംബിൻ്റെയോ മനസ്സായി പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ഫെമിനിസ്റ്റുകളുടെ വിജയം. ഇവിടെയാണ് ഫെമിനിസം ജയിക്കുന്നതും. 2002 ശേഷമാണ് ഇത്തരം വൃത്തികേടുകൾ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ, ഇത്തരം കാലഹരണപ്പെട്ട ഫെമിനിസ്റ്റ് ആശയങ്ങൾ മനഃപൂർവ്വമായി സിനിമയിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവർ ഒരു മേലേക്ക് കൊടുക്കുന്നുണ്ട്, ഒരു മേലാട കൊടുക്കുന്നുണ്ട്. ആ മേലാടയുടെ പേരാണ് നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം എന്ന മേലാട അണിഞ്ഞ്, ഇല്ലെങ്കിൽ നവോത്ഥാനം എന്ന മേലാട അണിഞ്ഞ്, ഇതിലൂടെ എല്ലാം കുങ്കികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സിംബുകളെ ഉപയോഗിച്ച് ഇവരുടെ ആശയങ്ങൾ സിനിമ എന്ന എളുപ്പമായ മാർഗം, അതായത് ജനങ്ങളിലേക്ക് എത്താനായിട്ട് ഏറ്റവും എളുപ്പമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാർഗത്തിലൂടെ എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ പുരുഷനും ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയിൽ പുരുഷവിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷനെ ആക്രമിക്കുന്ന ഒരു രംഗം കണ്ടാൽ അത് കോമഡി ആയിട്ടാണ് പല സിനിമകളിലും ചിത്രീകരിക്കുന്നത്. അത് കണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കുങ്കിയനയായി അല്ലെങ്കിൽ ഒരു സിംബായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 2000 പുറത്തിറങ്ങിയ
അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനാരോയിലാണ് 2000 പുറത്തിറങ്ങിയ മലീന എന്ന സിനിമയുടെ സമകാലിക പ്രസക്തി. മലീനയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ഒരു സ്ത്രീയുടെ വിചാരങ്ങൾ മാത്രമാണ് ആ സിനിമയിലൂടെ പുറത്തേക്ക് വരുന്നത്. അവിടെ പുരുഷന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതിലത്തെ വില്ലത്തികളും, അതായത് അതിലത്തെ വില്ലൻ കഥാപാത്രങ്ങൾ വരെ സ്ത്രീകളാണ്. പുരുഷന്മാരെ അതിൽ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥാപാത്രമാണ് മെയിനായിട്ട് ഒരു പുരുഷൻ, അല്ലെങ്കിൽ മെയിൻ പുരുഷ കഥാപാത്രം എന്ന് പറയാനായിട്ട് അതിൻ്റെ അകത്തുള്ളൂ. ഓക്കെ, എന്നിട്ടും ആ സിനിമ ലോക പ്രസിദ്ധി നേടി, ലോകത്തിൽ വളരെയധികം ശ്രദ്ധ നേടി. അത് സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണ്, പക്ഷേ അതിൽ പുരുഷ വിരുദ്ധത ഒട്ടും തന്നെയില്ല. മിസാൻഡ്രി ഇല്ലാതെ സ്ത്രീ കേന്ദ്രീകൃത സിനിമ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലീന. താങ്ക് യു.